ഞാൻ ആദ്യമായിട്ടാണ് തോമസ് ബ്രദറുടെ ഒരു ധ്യാനം കൂടുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നാമത്തിൽ എനിക്ക് ധ്യാനങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അവിടെ കുറേ ബണ്ടിലുകളും ഇതൊക്കെ കേൾക്കാം ആൾക്കാരുടെ. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു വലിയ താല്പര്യമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ബോധ്യങ്ങൾ വന്നു. കുറേ അന്ധവിശ്വാസങ്ങൾ എനിക്കുണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. പിന്നെ ഇതെൻ്റെ ഭാര്യ. ഞാനൊരു മുൻകോപിയാണ്, അത്രയില്ല, എന്നാലും ഇതൊക്കെ അതിൻ്റെ ഡബിളുണ്ട്. ഞങ്ങൾ ഒരു ഫരിസയനും കൂടിയാണ്. ഞങ്ങൾക്കൊരു മോളുണ്ട്, 12 വർഷത്തിന് ശേഷം കിട്ടിയതാണ്. ആ മോൾക്ക് ഞങ്ങളെക്കാൾ അധികം ഉണ്ട് മുൻകോപം. അപ്പോൾ എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഫരിസയൻ്റെ അർത്ഥം എന്താണ്. അപ്പോൾ ഞാൻ നല്ലൊരു ഫരിസയനും കൂടിയാണ്. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫിക്സ് രോഗമുണ്ട്, പിന്നെ ഡിപ്രഷൻ എന്നുള്ളൊരു അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. തോമസ് ബ്രദർ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. ഈ അസുഖം എന്നിൽ നിന്ന് വിട്ടു പോകാൻ ജീവിതം വളരെ കഷ്ടപ്പാടാണ്. എല്ലാവരും കാര്യമായിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പേര് ബാബു. ഞാൻ കുറച്ച് നാൾ ഗൾഫിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടാണ് എനിക്ക് ഫിക്സ് രോഗം തുടങ്ങിയത്. അതൊക്കെ മാറിയ അവസ്ഥയിലായിരുന്നു. അതൊക്കെ മരുന്നെല്ലാം നിർത്തിയിട്ട് ഞാൻ കാനഡ ചാൻസ് കിട്ടി അങ്ങോട്ട് പോയി. അവിടെ പോയി എനിക്ക് ആകെ 2.5 മാസമേ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് അവിടെ വെച്ച് ഈ അസുഖം പിടിപെട്ടു. അപ്പം ഞാൻ തിരിച്ചു പോന്നു. ഇനി ഞാൻ ഒരു തിരിക്കും പോണില്ല. നാട്ടിലെനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ഈ അസുഖം കാരണം. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. ആദ്യമായി ഞാൻ ദൈവത്തിനോടും ബ്രദറിനോടും എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ചേച്ചിയോട് ഞാൻ നന്ദി പറയുന്നു. ശനിയാഴ്ച മുതൽ ഞാൻ ഇവിടെ സ്റ്റേജുമ്പോൾ കയറാൻ ഭയമായതുകൊണ്ട് ഞാൻ വരാതിരുന്നതാണ്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഇന്നലെ തളർവാദ രോഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഈശോ എൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു, നീ ഒന്ന് വിശ്വസിച്ചാൽ നിൻ്റെ ഭർത്താവിൻ്റെ അസുഖം ഈ നിമിഷം ഞാൻ മാറ്റാമെന്ന്. അപ്പം ഞാൻ ഏറ്റവും വലിയൊരു ഫരിസയനായിരുന്നു ഞാൻ. അതെനിക്ക് തിരിച്ചറിഞ്ഞു. പിന്നെ ഇന്ന് പേഴ്സണൽ നമ്മളും ഈശോയും തമ്മിൽ ഒന്നിക്കുന്ന സമയം, മണവാളൻ ഉള്ളിൽ വരുന്ന സമയം, ഞാനും ഈശോയുമായി ഒന്നായ ഒരു നിമിഷമായിരുന്നു. എനിക്ക് എനിക്ക് കണ്ണ് തുറക്കാനും പറ്റുന്നില്ല. ഉള്ളിലൊരുപാട് ശാന്തി, സമാധാനം, സന്തോഷം, അങ്ങനെ ഞാനൊരു ലയിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ദൈവത്തിന് നന്ദി. പിന്നെ എൻ്റെ ഭർത്താവ് 5 വർഷമായി ജോലിക്ക് പോകാൻ പറ്റില്ല. വീട്ടിൽ തളർന്ന് ഇരിക്കുന്ന, എപ്പോഴും മരുന്ന് കഴിക്കുക, ഉറക്കം. ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്ന പോലും അറിയില്ലായിരുന്നു. പക്ഷേ ആൾ ഇവിടെ വന്ന് ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ ഇരുന്നതിന് ദൈവത്തിന് നന്ദി.